രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായി വ്യക്തിയധിക്ഷേപം നടത്തുകയും സംസ്കാരശൂന്യമായി സംസാരിക്കുകയും ഒരു മനുഷ്യനോട് ജനാധിപത്യപരമായി രാജ്യത്തെ നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത അക്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഒരു നമ്മുടെ നാടിന്റെ ഒരു MLA ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ചും ഭരണകക്ഷിയിൽപ്പെട്ട ഒരു വ്യക്തി PV അൻവർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ആ കാര്യങ്ങൾക്കെതിരായി ജയശങ്കറിന് അനുകൂലമായി സംസാരിച്ചതിന്റെ പേരിൽ വീണ്ടും അൻവറിന്റെ വ്യക്തിയധിക്ഷേപം ഇന്ന് DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ കേൾക്കേണ്ടി വരികയാണ്. അൻവറിനെ പോലുള്ള ഒരാൾ നാവിനെല്ലില്ലാത്ത ആളാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മുഖ്യമന്ത്രിക്കെതിരായി, ADGPക്കെതിരായി, പ്രതിപക്ഷ നേതാവിനെതിരായി, ജയശങ്കറിനെതിരായി, ഇപ്പോൾ DCC പ്രസിഡന്റിനെതിരായി അദ്ദേഹം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് ഇതുവരെ ഉയർത്തിയ ഒരു കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ ഒരു 10 ദിവസക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം വെളിപ്പെടുത്തിയ നിരവധിയായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച്, സർക്കാരിനെക്കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച്, ADGPയെക്കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതുപോലെ തന്നെ സർക്കാരോ അതിനെ ഒന്നും ഗൗരവമായി കാണാത്തതും അദ്ദേഹം ഉയർത്തിയ ഈ വാദമുഖങ്ങളിൽ യാതൊരു തരത്തിലും നടപടികൾ ഉണ്ടാക്കാത്തതും ഒരുപക്ഷെ ഇത്തരത്തിൽ ഉയർത്തിയ കാര്യങ്ങളിലെല്ലാം ഒന്നില്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, വസ്തുതയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗൗരവമില്ലാതിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹം ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ ഗൗരവമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സർക്കാരിന് മുന്നിൽ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് മുന്നിൽ അത് ഗൗരവമായി അത് പ്രകടിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർ ഗൗരവമായി എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനപ്പുറത്ത് ഈ കാര്യങ്ങളിലൊന്നും ഗൗരവമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരായി പറയുന്ന അഭിപ്രായം പറയുന്ന, ജനാധിപത്യ രീതിയിൽ അഭിപ്രായം പറയുന്ന ആളുകൾക്കെതിരായി വ്യക്തിയധിക്ഷേപം നടത്തുന്നത്. ആ വ്യക്തിയധിക്ഷേപം തന്നെയാണ് ഇന്ന് DC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കെതിരായും നടത്തിയിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചും ഒക്കെ വായുതോരാതെ സംസാരിക്കുന്ന ആൾ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. മുൻകാലങ്ങളിൽ എടുത്ത നിലപാടുകൾ എന്താണ് എന്ന് ആലോചിച്ചാൽ മതി. രാഹുൽ ഗാന്ധിയെക്കുറിച്ചും കോൺഗ്രസ് നേതാക്കന്മാരെക്കുറിച്ചും വ്യക്തിയധിക്ഷേപം നടത്തിയ, വളരെ മോശമായി നീചമായി സംസാരിച്ച അൻവറിനെ പോലെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട സംസാരിച്ച ഈ PV അൻവർ എന്ന് പറയുന്ന ആൾ എത്ര കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്? നാട്ടിൽ ചെക്ക് കേസുള്ള ആളാണ്. സർക്കാരിന്റെ ഭൂമി കയ്യേറിയിട്ടുള്ള ആളാണ്. പ്രകൃതി ചൂഷണം നടത്തിയിട്ടുള്ള ആളാണ്. തടയണ പൊളിച്ചു കളയണമെന്ന് കോടതിയും സർക്കാരും പറഞ്ഞിട്ട് ചെയ്യാത്ത ആളാണ്. നാട്ടിൽ മുൻകാലങ്ങളിൽ കൊലപാതക ശ്രമത്തിൽ വരെ പങ്കാളിയായിട്ടുണ്ട് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കെതിരായി ഇന്ന് വലിയ ആരോപണം, ഞാനെന്തോ കൊട്ടേഷൻ സംഘമാണ്, ഞാൻ തോക്കുമായിട്ടാണ് ഇരിക്കുന്നത്, വാളുമായിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഈ സാധാരണ കൊച്ചു പിള്ളേർ സ്കൂളുകളിൽ പറയുന്നത് പോലെയാണ്. പിച്ചി മാന്തി നുള്ളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ ഒരു ഗൗരവമില്ലാതെ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീണു പോകാൻ ഒരു സാധ്യതയുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഗൗരവം കൊടുക്കാതിരിക്കലാണ് നല്ലത്. PV അൻവർ ഇതുവരെ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഗൗരവവും ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ നടപടിയെടുക്കുമായിരുന്നില്ലേ? ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സർക്കാർ അതിനെ ഗൗരവമായും കണ്ടിട്ടില്ല. ADGPക്കെതിരായി, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി ഒക്കെ കൊടുത്ത ഈ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ, സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് പറയാമല്ലോ, പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് തെളിവ് നിരത്താമല്ലോ. ആ പാർട്ടിയിൽ വിശ്വാസമില്ലെങ്കിൽ, അത്ര ഗൗരവമായി പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പാർട്ടി വിട്ട് പുറത്തു വരാമായിരുന്നല്ലോ. ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള അധിക്ഷേപം, ആർക്കെതിരെ എന്തും പറയാം, ആർക്കെതിരെ എന്തും പറയാം. അപ്പം എന്തായാലും PV അൻവർ കുറയ്ക്കുള്ളൂ, കടിക്കില്ല എന്നെല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടൊന്നും കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയൊന്നും വെറുപ്പിക്കാൻ നോക്കണ്ട, അവരെ വരട്ടാനും നോക്കണ്ട.
ഒരാളെയും ഭീഷണിപ്പെടുത്താനോ വിരട്ടാനോ. ഇപ്പോൾ മുഖ്യമന്ത്രിയെ വിരട്ടുന്നത് പോലെ എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കെതിരായി, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി, ADGPക്കെതിരായി, മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരായിട്ടല്ലേ പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരായി എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി തെളിവുകളുണ്ട് എന്ന് പറയുന്ന അൻവറിന്റെ ഈ വാക്ക് കേട്ട് ചിലപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പേടിക്കുന്നുണ്ടാകും. പക്ഷെ കോൺഗ്രസ് നേതാക്കന്മാരെ, എറണാകുളത്തെ DCC പ്രസിഡന്റിനെയും വിരട്ടാമെന്ന് അൻവർ കരുതണ്ട. അതിന് അൻവർ വളർന്നിട്ടുമില്ല, അതിന് അൻവർ ആളായിട്ടുമില്ല എന്ന് പറയാൻ കൂടി ഞങ്ങൾ അൻവറിനോട് പറയാൻ കൂടിയിട്ടാണ് ഞങ്ങൾ തയ്യാറാകുന്നത്. ഒരു സംശയവും വേണ്ട, അങ്ങനെ ഒന്നും വിരട്ടാൻ അൻവർ തയ്യാറാകണ്ട.